സെഷനിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അല്പസമയം സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശു രാജാതിരാജാവിനെ. സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശു രാജാതിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നത്. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. അവൻ വരുന്നതാണ് എന്റെ കരം പിടിച്ച് തന്റെ മാർവോട് നാച്ചിടുവേ. അവൻ വരുന്നതാണ് എന്റെ കരം പിടിച്ച് തന്റെ മാർവോട് നാച്ചിടുവേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി അതു ഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി അതു ഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. കണ്കൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നോടെ വരവിനായി. കണ്കൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നോടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തമേഘം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തമേഘം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ Thank you, Jesus. Oh, worship you, Father. കർത്താവേ, നീ യോഗ്യനപ്പ. എല്ലാ സ്തുതികൾക്കും നീ യോഗ്യൻ.
Lord, we praise you, O Father. You are worthy of all our praise, O God. The name above every other name. എല്ലാ നാമത്തിനും മേലായ നാമം. Lord, we praise you, Father. എല്ലാ നാമം പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാമം പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ. സൗഖ്യദായകൻ യേശു. ആടിപ്പിണരാൻ സൗഖ്യം നൽകി. സൗഖ്യദായകൻ യേശു. ആടിപ്പിണരാൻ സൗഖ്യം നൽകി. ആശ്രയം നീ, ആശ്രയം നീ എന്റെ നാഥാ. എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥാ. എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ. നിത്യമായി സ്നേഹിച്ച് തിരുദിനത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുദിനത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവനേ. ഉയർത്തെന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ. യോഗ്യൻ നീ യേശുവേ. സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ. എല്ലാ നാവും
സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ, യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യനാ. Oh, you are worthy, God. നന്ദി യേശുവേ കർത്താവേ, എന്നുള്ള സമയത്തിനായപ്പാ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നില്ല നന്ദി പറയുന്നു കർത്താവേ. നീ ആരാധിപ്പാൻ കർത്താവേ മറ്റൊരു അവസരം കർത്താവേ ഞങ്ങൾ തന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. Lord, we bless everyone who is watching, Father. Lord, we give everything into your hands, Father. Lord, the message that you're going to speak to us, Father, Lord, let it speak to our hearts, Father. The prayers that we pray, Father, let it move, Father. Let it move in the atmosphere, Father, Lord. We give everything into your hands. In Jesus' name we pray. Amen. Praise the Lord. For our text, please turn with me to the book of Genesis, chapter 4. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ തിരിക്കാം. And we will read from verses 3 to 17. 3-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. And in, കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറെ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകിയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറെ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. അതിനവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. കയീൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു. ഇതാ, നീ ഇന്നെന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്നരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകനെ പേരിട്ടു. this is the word of the Lord. ഇത് കർത്താവിൻ്റെ വചനമാകുന്നു. A brief title for this message is God hears
the prayer of even the wicked. ഇന്നത്തെ ഈ സന്ദേശത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്: ദൈവം ദുഷ്ടന്മാരുടെ പോലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. God hears prayer even of the wicked. ദുഷ്ടന്മാരുടെ പ്രാർത്ഥന പോലും കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for your word. കർത്താവേ, ഈ വചനത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. Speak to us today, ഇന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിച്ചാട്ടെ. that we may understand your heart for us. കർത്താവെ, അത് സംസാരിക്കുമ്പോൾ അങ്ങയുടെ ഹൃദയം ഞങ്ങൾ മനസ്സിലാകുവാനിടയായി തീരട്ടെ. Therefore, we might have an art of prayer to pray unto the Lord. ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിരതരായ ഒരു ഹൃദയമായി മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Make us men and women of prayer. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥനാ പുരുഷന്മാരും പ്രാർത്ഥനാ സ്ത്രീകളുമാക്കി മാറ്റിയാണ്. And to call unto the Lord at any time, anywhere. ഏത് സമയത്തും എവിടെയാണെങ്കിലും ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ജനമായി ഞങ്ങൾ In മാറട്ടെ. Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. This is the first mention of an offering unto the Lord. ബൈബിളിൽ നമ്മൾ കാണുന്ന വഴിപാടിനെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശമാണ് നമ്മളിവിടെ കണ്ടത്. Nevertheless, we see the outcome of sin and disobedience. പക്ഷേ അതിൽ തന്നെയും ദൈവത്തോടുള്ള മറുതലിപ്പും പാപത്തിന്റെ പരിണിത ഫലങ്ങളും നമുക്ക് അതിൽ തന്നെ കാണാൻ കഴിയുന്നു. It is obvious that Adam and Eve were totally deceived. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതാണ്: ആദമും ഹവയും ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. They believed Satan അവർ പിശാച് പറഞ്ഞത് വിശ്വസിക്കുകയും to become wise. അതിലൂടെ ജ്ഞാനികളായി തീരാൻ കഴിയുമെന്നാണ് അവർ ചിന്തിച്ചത്. But in return, sin not only distanced them from the Lord, but you can see the consequences of sin. പക്ഷേ ഇതിന്റെ ഫലമായി ഈ പാപം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയെന്ന് മാത്രമല്ല, ഈ പാപത്തിൻ്റെതായ എല്ലാ പരിണിത ഫലങ്ങളും അവർ ജീവിതത്തിൽ കാണുവാൻ തുടങ്ങി. Therefore, the first lesson that we learn from here is അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ ആദ്യമായി പഠിക്കേണ്ട പാഠം ഇതാണ്: that God is a loving Father. ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. His command for us is to benefit, to be His children. ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ തന്റെ മക്കൾ എന്ന നിലയ്ക്ക് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ്. And to enjoy His blessings on this earth. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്റെ നന്മകൾ നമ്മൾ ആസ്വദിക്കേണ്ടവരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Not to become subservient. നമ്മൾ ഒരിക്കലും ദാസ്യത്വത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. I mean, God has called us to be sons and daughters. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പുത്രന്മാരും പുത്രിമാരുമായാണ്. Not slaves under bondage. നമ്മളെ ഒരിക്കലും അടിമത്തത്തിന് കീഴിലായ അടിമകളായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. You see, that's why the Bible says അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് in Romans 8:15, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: you have not received the spirit of bondage again to fear, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, but we have received the spirit of sonship whereby we call Him Abba, Father. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവിൽ നമ്മൾ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. God has created us as sons and daughters, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ പുത്രന്മാരും പുത്രിമാരുമായാണ്, not as slaves. ഒരിക്കലും ദാസന്മാരായല്ല. Satan is a deceiver and a father of all lies, said Jesus in John 8. പിശാച് ഒരു ചതിയനും സകല ബോഷ്കിന്റെയും അപ്പൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. So we see the first fruit and outcome of sin, of disobedience in this chapter. ഈ അധ്യായത്തിൽ നമ്മൾ പാപത്തിന്റെ ആദ്യ ഫലവും അതിന്റെ പരിണിത ഫലവും നമ്മൾ കാണുകയാണ്. The outcome of sin we see here. ആ പാപത്തിൽ നിന്നുണ്ടായ ഫലം നമ്മൾ ഇവിടെ കാണുകയാണ്. So therefore, അതുകൊണ്ട് I have divided my message into 5 points. ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തെ 5 പോയിന്റുകളായി ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. Point 1 is ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: acceptable offering. അക്സെപ്റ്റബിൾ ഓഫറിംഗ്, ദൈവത്തിന് സ്വീകാര്യമായ യാഗം. See, both the brothers, രണ്ട് സഹോദരന്മാരും they were blood brothers, അവർ രക്തബന്ധമായിരുന്നു. അവർ born of the same parents. ഒരേ മാതാപിതാക്കന്മാർക്ക് ജനിച്ചവരാണ് അവർ രണ്ടും. Cain and Abel കായിനും ഹാബേലും brought an offering unto the Lord. ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാനായി വന്നു. Cain brought the first fruit of the ground, കയീൻ കൊണ്ടുവന്നത് തന്റെ നിലത്തെ ആദ്യ ഫലമായിരുന്നു. while Abel brought the firstling of his flock, ഹാബേൽ കൊണ്ടുവന്നത് തന്റെ ആടുമാടുകളിൽ നിന്ന് ആദ്യത്തെ ഫലം and of the fat thereof.
അതിന്റെ മേധസ്സുമായിരുന്നു ഹാബേൽ The കൊണ്ടുവന്നത്. Bible says, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, while God had respect for Abel's offering, God did not have any respect for Cain's offering. വചനം പറയുന്നു, ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു, പക്ഷെ ദൈവം കൈന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന് പറയുന്നു. See, verse 2 clearly says, രണ്ടാമത്തെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു, it describes their occupation. അവരുടെ ജോലിയെക്കുറിച്ച്, അവർ ചെയ്തുകൊണ്ടിരുന്ന, അവർ ഏർപ്പെട്ടിരുന്ന കർമ്മത്തെ കുറിച്ച് വചനം വ്യക്തമായി പറയുന്നു. So it says that Cain was a tiller of the ground. കൈൻ നിലത്ത് ജോലി ചെയ്തിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. So that means he was a farmer. അവനൊരു കൃഷിക്കാരനായിരുന്നു. So therefore he brought the produce of the ground. അതുകൊണ്ട് തന്നെ കൈൻ ദൈവസന്നിധിയിൽ തന്റെ ഫലമായ നിലത്തെ ഫലമാണ് കൊണ്ടുവന്നത്. While Abel was a shepherd, ഹാബേൽ നേരെ മറിച്ച് ഒരു ആട്ടിടയനായിരുന്നു. therefore he brought the firstling and the fat thereof. അതുകൊണ്ട് ആ ഹാബേൽ ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലിനെ കൊണ്ടുവന്നു. So in other words, Cain brought the produce that he labored for, and Abel brought the produce that he labored for. കൈൻ തന്റെ അധ്വാനത്തിന്റെ ഫലമായ നിലത്തെ ഫലവും ഹാബേൽ തന്റെ അധ്വാനത്തിന്റെ ഫലമായ ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലിനെയും So കൊണ്ടുവന്നു. in other words, they brought whatever they had. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നോ അത് അവർ കൊണ്ടുവന്നു. But yet the Bible says, പക്ഷേ ബൈബിൾ പറയുന്നു, God had respect for Abel's offering, while God had no respect for Cain's offering. ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിക്കുകയും കൈനിലും അവന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്തു. So therefore we see അതുകൊണ്ട് നമ്മൾ കാണുന്നു, the Lord God who discerns the intention and the desires of one's heart സകല ഹൃദയത്തിലെ ചിന്തകളും നിലവുകളും ആഗ്രഹങ്ങളെയും തിരിച്ചറിയുന്ന വിവേചിക്കുന്ന ദൈവം had respect for Abel's offering, while he had no respect for Cain's offering. ഇങ്ങനെയുള്ള ഒരു ദൈവം, സകലത്തെയും വിവേചിക്കുന്ന ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിക്കുകയും കൈനും അവന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. Or else we can see in this way. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം, In the various offerings mentioned in the law of Moses, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പല യാഗങ്ങളിൽ we see that most of the offerings were blood offerings. അതിൽ പലതും രക്തം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടായിരുന്ന യാഗങ്ങളായിരുന്നു. For the atonement for sin is only by blood. പാപത്തിനുള്ള ക്ഷമയ്ക്കായുള്ള യാഗങ്ങളായിരുന്നു ഇതെല്ലാം. Because the Bible says that without the shedding of blood, there is no atonement or remission of sins. കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്നു, രക്തം ചൊരിയാതെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല. It could be that when God sent out Adam and Eve from his presence after their sin in Eden, നമുക്കിങ്ങനെ ചിന്തിക്കാം, ആദമിനെ ഹൗവയും ദൈവം പാപം മുഖാന്തരം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, if God found that the pig leaves suit or garments which they had made for themselves was not sufficient enough for them, ദൈവം ഇങ്ങനെ ചിന്തിച്ചു. ദൈവത്തിന് മനസ്സിലായി, അവർ തങ്ങൾക്കായി ഒരുക്കിയിരുന്ന ആ വസ്ത്രം, ഇലകൾ കൊണ്ടുണ്ടാക്കിയ ആ വസ്ത്രം, അത് അവർക്ക് പോരാ എന്ന് ദൈവം ചിന്തിച്ചു. that was not enough to clothe them. അതല്ലായിരുന്നു അവർക്ക് ആവശ്യമെന്ന് ദൈവത്തിന് മനസ്സിലായി. So since death had not yet taken place, ഇതുവരെ മരണം സംഭവിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് we see that he had made for them coats of skin. ദൈവം മൃഗത്തിന്റെ മാംസം കൊണ്ട് അല്ലെങ്കിൽ തൊലി കൊണ്ട് അവർക്ക് വസ്ത്രം തയ്പ്പിക്കുന്നതായി നമ്മൾ കാണുന്നു. And he made beautiful suit for them. അതുകൊണ്ട് മനോഹരമായ വസ്ത്രം ആദത്തിനും ഹവ്വയ്ക്കും ദൈവം ഉണ്ടാക്കി Since death had not yet taken place, അത് ഇതുവരെ മരണം സംഭവിച്ചിട്ടില്ലായിരുന്നത് കൊണ്ട് by this time ഈ സമയത്തിനകം God had to kill those lambs so that he could make for them clothes of skin. ദൈവം ആ മൃഗങ്ങളെ കൊന്നതിന് ശേഷമാണ് അവരുടെ തൊലി കൊണ്ട് ഈ വസ്ത്രം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. That would cover their sin and shame. ഇത് അവരുടെ പാപത്തെയും അവരുടെ നാണക്കേടിനെയും മറയ്ക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. And therefore God had no respect for Cain's offering, while he had respect for Abel's. അതുകൊണ്ട് നമ്മൾ പിന്നെ വായിക്കുന്നു, ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിൽ പ്രസാദിക്കുകയും കൈനിലും അവന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യുന്നു നമ്മൾ വായിക്കുന്നു. That leads us to point 2. ഇത് നമ്മളെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നയിക്കുകയാണ്. See, the Bible says, വചനം പറയുന്നു, see, it's God who decided. ദൈവമാണ് തീരുമാനിക്കുന്നത്. God accepted Abel's offering, ദൈവം ഹാബേലിന്റെ
യാഗത്തെ സ്വീകരിക്കുന്നു, he had respect for it. അതിനെ ബഹുമാനിക്കുന്നു. But while he had no respect nor accepted Cain's offering, കയീനെയും അവന്റെ യാഗത്തെയും ദൈവം ബഹുമാനിക്കുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. but it's God who made the decision. പക്ഷെ ഇവിടെ തീരുമാനമെടുക്കുന്നത് ദൈവമാണ്. Both of them offered. രണ്ടുപേരും യാഗം കഴിച്ചു. It's not that one came with something, one came empty. ഒരാള് എന്തെങ്കിലും കൊണ്ടുവരികയും മറ്റൊരാൾ കൊണ്ടുവരാതെ ഇരിക്കുകയും അല്ല അവിടെ Both ചെയ്തത്. came with what they could bring. അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് കൊണ്ട് അവർ വന്നു. But God accepted one, but God did not accept the other. പക്ഷെ നമ്മൾ കാണുന്നു ദൈവം ഒരാളുടെ സ്വീകരിച്ചു, മറ്റൊരാളെ ദൈവം അവിടെ സ്വീകരിക്കുന്നില്ല. But Cain noticed this. കയീൻ ഇത് ശ്രദ്ധിക്കാൻ ഇടയായി തീർന്നു. So the Bible says he was wroth with anger. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ കോപിഷ്ഠനായി, അവന് ദേഷ്യം വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. So see, you might just conclude as he was very angry. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അവന് കോപമുണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാം. We can see the meaning of that word in Galatians 5:20. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ആ കോപം എന്ന വാക്യത്തിന്റെ അർത്ഥം നമുക്ക് കാണാം. There also it's mentioned the word wrath. അവിടെയും കോപം എന്ന് പറയുന്ന വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. So this word wrath does not mean just being angry, but it means vengeful anger. ഈ അവിടെ നമ്മൾ കാണുന്ന കോപം എന്ന് പറയുന്ന വാക്യം ഗലാത്യർ 5:20 നമ്മൾ നോക്കുമ്പോൾ, ചേർത്ത് വെച്ച് നോക്കുമ്പോൾ, വെറും ഒരു ദേഷ്യത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അത് പ്രതികാരം ഉള്ള ഒരു ദേഷ്യം, പ്രതികാരത്തിനായി ദാഹിക്കുന്ന ഒരു കോപം, അതിനെക്കുറിച്ചാണ് നമ്മൾ So വായിക്കുന്നത്. it's not an anger where he was just upset or he was not happy. പെട്ടെന്ന് ദേഷ്യം വന്ന് സന്തോഷമില്ലാത്തൊരു അവസ്ഥയെക്കുറിച്ചല്ല നമ്മൾ വായിക്കുന്നത്. പ്രതികാരം ചെയ്യുവാൻ തക്ക വിധമുള്ള കോപത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ It was വായിക്കുന്നത്. an anger that had determined to take vengeance. ഈ കോപത്തിൽ നിന്ന് കയീൻ തീരുമാനിച്ചു, ഞാൻ പ്രതികാരം ചെയ്യും. This is an anger that when it happens, it can do anything. ഈ കോപത്തിൽ നിന്ന് എന്തും സംഭവിക്കാം. ഈ തരത്തിലുള്ള കോപം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് സംഭവിക്കാം, ഏത് രീതിയിലും പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. That's why it says it's the work of the flesh. അതുകൊണ്ടാണ് അത് ജഡത്തിന്റെ പ്രവൃത്തി എന്ന് നമ്മൾ Even വായിക്കുന്നത്. believers have this anger. ഈവൻ വിശ്വാസികളുടെ അകത്ത് പോലും ഇങ്ങനത്തെ ദേഷ്യം, കോപം നമുക്ക് This കാണാൻ കഴിയും. anger is not a good anger. ഇത് നല്ല ഒരു ദേഷ്യമല്ല. We have to overcome this anger, it says. ഈ ദേഷ്യത്തെ, ഈ കോപത്തെ നമ്മൾ മറികടന്നേ കഴിയൂ. So he was very angry. ഇവിടെ നമ്മൾ കാണുന്നു, കയീൻ വളരെ കോപിച്ചു. See, more than Cain, God knows the consequence of this anger. കയീൻ അറിയുന്നതിനേക്കാളും ദൈവത്തിന് അറിയാമായിരുന്നു ഈ കോപത്തിന്റെ പരിണിതഫലം എന്തായി തീരുമെന്ന്. Cain wanted to reciprocate with that anger, but God knows the consequence of the anger. കയീന് ഈ കോപവുമായി മുൻപോട്ട് പോകണമായിരുന്നു, പക്ഷേ ദൈവത്തിന് അറിയാമായിരുന്നു ഇതിന് ഫലം എന്തായി തീരുമെന്ന്. So God, being a loving and a considerate father, he came to him and said, ദൈവം ഒരു സ്നേഹവാനായ പിതാവായിരുന്നത് കൊണ്ട് കയീനോട് വന്ന് പറയുന്നതായി നമ്മൾ കാണുന്നു. he said, if you do the right thing, will it not be accepted? നോക്കേ, ദൈവം പറയുന്നു, നീ ശരിയായ കാര്യം ചെയ്തിരുന്നെങ്കിൽ, എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്ത്, നിന്റെ മുഖം വാടുന്നത് എന്ത്, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ എന്ന് സ്നേഹവാനായ പിതാവായ ദൈവം ചോദിക്കുന്നു. Then God also said, ദൈവം വീണ്ടും പറയുന്നു, sin is coming closer to your door. പാപം നിന്റെ വാതിൽക്കലായിരിക്കുന്നു. If you don't master it, it will master you. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് ദൈവം കൽപ്പിക്കുന്നു. Otherwise, if you don't overcome it, it will overcome you. നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും എന്ന് ദൈവം പറയുന്നു. See, even in the giving of the law of Moses, നമ്മൾ നോക്കുകയാണെങ്കിൽ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിൽ പോലും God took the initiative. ദൈവമാണ് അവിടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. Even in making provision for our salvation, നമ്മുടെ രക്ഷയ്ക്കായി പോലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ God took the initiative ദൈവമാണ് അതിനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത്. to send His only begotten Son, ദൈവമാണ് തുടങ്ങി വെക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ ദൈവം അയക്കാൻ തീരുമാനിക്കുന്നു, Jesus Christ. യേശു കർത്താവിനെ. So God took the initiative. ദൈവമാണ് ഇവിടെ അത് ആരംഭിക്കുന്നത്. And therefore we know, അതുകൊണ്ട് നമുക്കറിയാം, while people are justified by the law of Moses until Jesus came, ദൈവ കർത്താവായ യേശുക്രിസ്തു വരുന്നത് വരെ തന്റെ ജനം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണത്താലാണ്. but after Jesus is coming, യേശു കർത്താവിന്റെ വരവിന് ശേഷമോ there is salvation in no other name except the name of Jesus. മറ്റൊരു നാമത്തിലും രക്ഷയില്ല, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ്. Let me quickly give you one more example. ഞാനൊരു ഉദാഹരണം കൂടി നിങ്ങളോട് In പറയാം. the 17th chapter of Genesis, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ when Abimelech took
Sarah into his chamber as his wife, അബിമേലെക്ക് സാറയെ തന്റെ ഭാര്യയായി തന്റെ മുറിക്കകത്തേക്ക് കൊണ്ടുപോയപ്പോൾ it was a very serious matter അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിരുന്നു. because she could not be contaminated, because from her would come the Savior in the days to come. ഒരു കാരണവശാലും സാറയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു പാപം സംഭവിക്കാൻ പാടുള്ളതല്ല. കാരണം സാറയുടെ തലമുറയിൽ നിന്നാണ്, അബ്രഹാമിന്റെ തലമുറയിൽ നിന്നാണ് കർത്താവ് യേശുക്രിസ്തു ജനിക്കേണ്ടത്. Therefore, God Himself came down into the chamber. അതുകൊണ്ടാണ് കർത്താവ് ദൈവം തന്നെ ഇറങ്ങി ആ മുറിയിലേക്ക് വരുന്നത്. He did not send an angel. ഒരു ദൂതനെ അവിടെ അയക്കുന്നത് നമ്മൾ കാണുന്നില്ല. He Himself came down. ദൈവം തന്നെ ഇറങ്ങി വരികയാണ്. So God knows the consequences, and in such consequences, God Himself comes down. ദൈവത്തിന് ചില കാര്യങ്ങളുടെ അനന്തരഫലം അറിയാവുന്നത് കൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ബൈബിളിൽ. So God came down to speak to Cain. ഇവിടെ ദൈവം ഇറങ്ങി വരികയാണ് കൈനോട് See സംസാരിക്കുവാൻ. what Cain has done. കൈൻ എന്താ ചെയ്തെന്ന് നോക്കിയേ. Point 3. മൂന്നാമത്തെ പോയിന്റ്, He despised God's advice. ദൈവത്തിന്റെ ആലോചന ത്യജിക്കുകയാണ് കൈൻ. Cain had no regard for God's advice. കൈന് ദൈവത്തിന്റെ ആലോചനയ്ക്കായി യാതൊരു ബഹുമാനം അവിടെ കൊടുക്കുന്നതായി He നമ്മൾ കാണുന്നു. called his brother into the field തന്റെ സഹോദരനെ വയലിലേക്ക് വിളിക്കുന്നതായി നമ്മൾ കാണുന്നു. and he slew him there. അവിടെ നിൽക്കുന്നു. He slew his brother Abel there. അവിടെ തന്നെ കൊന്നുകളയുന്നതായി നമ്മൾ കാണുന്നു. When God asked Cain, ദൈവം കൈനോട് ചോദിക്കുകയാണ്, "Where is your brother?" നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ See the audacity of his answer. അവന്റെ ഉത്തരം എന്താണെന്ന് നോക്കിയേ. He says, "I don't know." എനിക്കറിയത്തില്ല എന്ന് കൈൻ പറഞ്ഞു. And then to add to that, he says, "Am I my brother's keeper?" എന്നിട്ട് കൈൻ ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് ചോദിക്കുന്നു. See, Almighty, all-powerful God had come to talk to him so that he would not enter into this kind of a situation. സർവശക്തനായ ദൈവം, സകലതും അറിയുന്ന ദൈവം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവൻ കടക്കണ്ട എന്ന ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് അവനോട് സംസാരിക്കാൻ ഇറങ്ങി വന്നിട്ട് പോലും He despised God's word ദൈവത്തിന്റെ ആലോചന ത്യജിച്ചുകൊണ്ട് and he did what he wanted to do. തനിക്കിഷ്ടമുള്ളത് ചെയ്യുവാൻ കൈൻ തീരുമാനിച്ചു. Now see the way he answers to God. ഇതെല്ലാം ചെയ്തതിന് ശേഷം കൈൻ ദൈവത്തോട് സംസാരിക്കുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. That leads us to our fourth point. ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റിൽ. God cursed Cain. ദൈവം കൈനെ ശപിക്കുന്നതായി നമ്മൾ. You know, God takes murder very serious. ദൈവം കുലപാതകം വളരെ ഗൗരവമായി കാണുന്നു. See, there are people who pay supari to get people killed. സുപ്പാരി കൊടുത്ത് മനുഷ്യരെ കൊല്ലുന്ന ഒരു തലമുറയിലാണ്, ഒരു സമൂഹത്തിലാണ് നമ്മൾ. People who have power, people who have money, people who have influence, people who can do anything they think they can do whatever they want to do. അധികാര സ്ഥാനങ്ങളും പണവും എല്ലാം ഉള്ള ആളുകൾ ചിന്തിക്കുന്നു അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാമെന്ന്. Let the people who are into these kind of things hear this message. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. God takes murder very seriously. കുല ചെയ്യുന്നത് ദൈവം വളരെ സീരിയസ് ആയാണ് എടുക്കുന്നത്, ഗൗരവമായാണ് എടുക്കുന്നത്. Life originates from God. ദൈവത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. Only God can give life and nobody else. ദൈവത്തിന് മാത്രമേ ജീവൻ നൽകുവാൻ കഴിയത്തുള്ളൂ, വേറെ ആർക്കും അത് സാധിക്കില്ല. Therefore only God has the power to call it back. അതുകൊണ്ട് തന്നെ ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാനും ഉള്ള അധികാരമുള്ളൂ. See, when you commit certain sin, ചില പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ automatically it has the reciprocation of the consequences. അതിന്റെ അനന്തര ഫലങ്ങൾ അതിനോടൊപ്പം തന്നെ വരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. So God said to Cain, ദൈവം കൈനോട് പറയുന്നു, "Now you are cursed from the earth that opened its mouth to receive your brother's blood." ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. Therefore henceforth when you till the ground, അതുകൊണ്ട് നീ കൃഷി ചെയ്യുമ്പോൾ it shall not yield unto thee a strength. In other words, you will not get good harvest. നിലം ഇനി മേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും ഇനി നിലത്തിൽ നിനക്ക് നല്ല ഫലം കിട്ടാനിടയായി തീരത്തില്ല. A fugitive and a vagabond shall thou be on the earth. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും എന്ന് ദൈവം പറയുന്നു. Because for what Cain did, automatically has to reap its fruit. കൈൻ ചെയ്ത ആ കാര്യത്തിന്റെ ഫലം അവൻ അനുഭവിച്ചേ മതി. So God spelled out to Cain what would happen for his action. ദൈവം കൈനോട് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് നീ ചെയ്ത കാര്യത്തിന്റെ ഫലം എന്താണെന്ന്.
So the fifth point is Cain's prayer unto God. അഞ്ചാമത്തെ കാര്യം ഇതാണ്. അഞ്ചാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, കയീന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. You may say, how could this be prayer? ഇതെങ്ങനെയാണ് ഒരു പ്രാർത്ഥനയാകുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം. You may ask, what do you mean by this being prayer? ഇതൊരു പ്രാർത്ഥനയാണെന്ന് പാസ്റ്റർ പറയുമ്പോൾ പാസ്റ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചോദിക്കാം. But you must know that prayer simply means talking to God. പ്രാർത്ഥന ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. Prayer means communion to God. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ്. Prayer means the cry of a soul unto God. ഒരു ഹൃദയത്തിന്റെ കരച്ചിലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. Prayer means petitioning God. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന യാചനകളാണ്. Prayer means supplicating to God. ദൈവത്തോടുള്ള നമ്മുടെ ചോദ്യങ്ങളാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. See, God didn't come with all his wrath to finish away with Cain. ദൈവം തന്റെ സകല കോപവും സംഗ്രഹിച്ചുകൊണ്ടല്ല കൈന്റെ അടുക്കലേക്ക് വരുന്നത്. God came to spell his verdict before Cain. ദൈവം വന്നത് തന്റെ തീരുമാനം കൈനെ അറിയിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. See, God is a righteous judge. ദൈവം നീതിമാനായ ഒരു ജഡ്ജാണ്. It's not that God did not know what Cain did. കൈൻ എന്ത് ചെയ്തു എന്ന് ദൈവം അറിയാതിരുന്നത് കൊണ്ടല്ല. He came to find out from Cain's own mouth what Cain has to say. കൈന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ അവന്റെ വായിൽ നിന്ന് തന്നെ താൻ ചെയ്തത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി മാത്രമാണ് ദൈവം തന്റെ അടുക്കലേക്ക് On the same principle is based our law courts also. നമ്മുടെ രാജ്യത്തിന്റെ നിയമവും ഇതേ കാര്യത്തിൽ തന്നെയാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. Because our laws are based on the British law and the British law is based on the biblical law. നമ്മുടെ രാജ്യത്തിന്റെ പല നിയമങ്ങളും ബ്രിട്ടീഷുകാരുടെ നിയമത്തിൽ നിന്നാണ് നമുക്ക് നിയമം ലഭിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ നിയമം ബൈബിളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. And therefore, അതുകൊണ്ട് തന്നെ this is what Cain's prayer is. കൈൻ ഇതാണ് പ്രാർത്ഥിക്കുന്നത്. Behold, thou hast driven me out this day from the face of the earth. Verse 14. 14ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. And from thy face shall I be hid. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും. And I shall be a fugitive and a vagabond ഞാൻ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും എന്ന് കൈൻ പറയുന്നു. on this earth. ഈ ഭൂമിയിൽ. And it shall come to pass, whoever sees me or whoever finds me will kill me. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്നും കൈൻ ദൈവത്തോട് പറയും. It is like simply saying, ദൈവത്തോട് ഇങ്ങനെ കൈൻ പറയുകയാണ്, Lord, this is too much for me to bear. ഇതെനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിലും അധികമാണ് Lord, കർത്താവേ. this is something that I cannot shoulder. ഇത് എന്റെ ചുമടിൽ ഏൽക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. This is something that I cannot take. എനിക്ക് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. I'm sorry I told you 5 points, but it's 6 points. The 6th point is, ഞാൻ 5 പോയിന്റ് എന്നാണ് പറഞ്ഞത്, പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ. ആറാമത്തെ കാര്യം ഇതാണ്. the 6th point is, ആറാമതായി നമ്മൾ വായിക്കുന്നത്, God hears Cain's prayers. ദൈവം കൈന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. See, he didn't plead with God. ദൈവമായി അധികം ചോദിക്കുന്നതായിട്ടോ യാചിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ He കാണുന്നില്ല. didn't beg with God. ദൈവത്തോട് യാചിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. He did not bitterly cry before God. ദൈവസന്നിധിയിൽ ഭയങ്കരമായി കരയുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. He simply said, ദൈവത്തോട് വളരെ ലളിതമായി അദ്ദേഹം പറയുക, God, this is too much for me to bear. ഇതെനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിലുമാണ് കർത്താവേ. There also God understood what Cain was telling. ഇവിടെയും കൈൻ എന്താണ് പറയുന്നത് ദൈവം തിരിച്ചറിയുകയാണ്. It is true, God understands the intentions and the desires of our hearts. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സത്യമായ കാര്യമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിച്ചറിയുന്നത്. Our words may not be sufficient enough to express to God, but God understands the depth of our heart's condition. ചില സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ മതിയാകാതെ വരും നമ്മുടെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നത് ദൈവത്തോട് പറയുവാനായി. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. That's the kind of God we have. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. And then God said, ദൈവം ഇങ്ങനെ പറയുന്നു, this is what the Lord said. ഇതാണ് കർത്താവ് പറയുന്നത്, Therefore, whoever kills Cain, അതുകൊണ്ട് യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കൈനെ കൊന്നാൽ vengeance shall be taken on him sevenfold. അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. And not only that, അത് മാത്രമല്ല, the Lord had put a mark on Cain. കൈനെ കൊന്നു കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു. Lest anyone finding him should kill him. അവനെ കാണുന്ന ആരും അവനെ കൊല്ലാതിരിക്കുവാനായി അവനൊരു അടയാളം ദൈവം വെച്ചു. So with this grace of God upon his life, with that mark,
the Bible says Cain went out from the presence of God into the land of Nod and there raised a family. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ കൃപയുമായി ഈ അടയാളവുമായി ദൈവസന്നിധി വിട്ടു പോയ കയീൻ, നമ്മൾ അടുത്ത വാക്യങ്ങൾ വായിക്കുന്നു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്നു പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. So we see God is merciful to Cain. ദൈവം കയീനോട് കരുണ കാണിക്കുന്നതായി നമ്മൾ കാണുന്നു. A wicked man who despised God's word. ദുഷ്ടനായ ഒരു മനുഷ്യനാണ്, താൻ ദൈവ ആലോചന ത്യജിച്ച ഒരു മനുഷ്യനാണ്. It's not that someone read God's word and told Cain. ദൈവത്തോട് ആരെങ്കിലും ദൈവത്തിന്റെ വചനം വായിച്ച് കേൾപ്പിച്ചു എന്നല്ല നമ്മൾ വായിക്കുന്നത്. It's not like somebody opening the Bible and saying so and so chapter, so and so verse, and this is what God's word says. ആരെങ്കിലും ബൈബിൾ തുറന്ന് ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ഇങ്ങനെ പറയുന്നു എന്ന് അല്ല കയീനോട് പറഞ്ഞത്. God came down to where Cain was. ദൈവം കയീൻ ആയിരുന്ന ഇടത്തേക്ക് നേരിട്ട് ഇറങ്ങി വരുന്നതായി നമ്മൾ കാണുന്നത്. He came down to the dwelling place of Cain. കയീൻ ആയിരുന്ന അതേ സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. To speak to him എന്തിനു വേണ്ടി? തന്നോട് സംസാരിക്കുവാനായി, face to face. മുഖാമുഖമായി സംസാരിക്കാൻ. Just as he spoke with Adam and Eve in the Garden of Eden in the cool of the evening before they fall. വൈകുന്നേരങ്ങളിൽ ആദവും ഹവയുമായി ദൈവം ഏദൻ തോട്ടത്തിൽ എങ്ങനെ സംസാരിച്ചിരുന്നോ അതുപോലെ തന്നെ മുഖാമുഖമായി കയീനോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. So God came down to speak to Cain. ദൈവം ഇറങ്ങി വന്ന് കയീനോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. But yet Cain had no regard nor respect for God's visit and advice. ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു ബഹുമാനവും കൊടുക്കുന്നതായി നമ്മൾ കാണുന്നില്ല കയീൻ. Even most of us don't have any respect for God's word. ഇങ്ങനെയാണ് നമ്മൾ പലരും. നമ്മൾക്ക് പലപ്പോഴും ദൈവത്തിന്റെ വചനത്തോട് വലിയ ബഹുമാനമൊന്നുമില്ല. And regard for God's word. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ അധികം ബഹുമാനിക്കുന്നില്ല പലപ്പോഴും. But you see Cain here. പക്ഷെ കയീനെ നോക്കിയേ, When it came to the grunt of bearing the consequences of his action, താൻ ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലം കേൾക്കുന്ന സമയത്ത് then he speaks to God. അവിടെ ദൈവവുമായി താൻ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. Don't we all do the same thing? നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ? When the Bible says don't do, we do. ബൈബിൾ പറയുന്നു ഇത് ചെയ്യരുത്, നമ്മളത് ചെയ്യുന്നു. And then after doing, then when we know our conscience hurts and we know the consequences, then we run like headless chicken. നമ്മുടെ മനസാക്ഷി നമ്മളെ കുത്തുമ്പോഴാണ് നമ്മൾ ചെയ്ത് തെറ്റായി പോയതെന്ന് നമ്മൾ അറിയുകയും ആ സമയത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നു. He didn't beg God. ദൈവത്തോട് ഇവിടെ യാചിക്കുന്നതായി നമ്മൾ He കാണുന്നു. didn't plead with God. കയീൻ ദൈവത്തോട് യാചിക്കുന്നതായി നമ്മൾ He കാണുന്നു. only said that he won't be able to bear this punishment. കയീൻ ആകപ്പാടെ ഇവിടെ പറയുന്നത്, കർത്താവേ ഇത് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിലും അധികമാണെന്ന് മാത്രം. Also, this will entail anyone seeing him to kill him. അത് മാത്രമല്ല, ഇങ്ങനെ നീ എന്നെ ശപിച്ചു കഴിഞ്ഞാൽ എന്നെ കാണുന്ന ആരും ഞാൻ ഉഴന്നു നടക്കുന്നത് കൊണ്ട് എന്നെ കൊന്നുകളയുമെന്ന് കയീൻ പറയുന്നു. God understood the consequences. ദൈവത്തിന് ഇതിന്റെ അനന്തരഫലം How മനസ്സിലാകുകയാണ്. deep and broad is the consequences. അതിന്റെ ആഴം എത്രത്തോളം എന്ന് ദൈവം തിരിച്ചറിയുന്നു. So God put a mark on him ദൈവം തന്റെ മേലൊരു അടയാളം ഇടുകയാണ്. so that no one may kill Cain. അതിനാൽ ആരും തന്നെ കൊല്ലാതിരിക്കുവാനായി. After the mark, ആ അടയാളത്തിന് ശേഷം Cain just walked from the presence of God, കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നതായി, went to Nod, നോദ് ദേശത്തേക്ക് പോകുന്നതായി, settled down there, അവിടെ പാർക്കുന്നതായി നമ്മൾ and കാണുന്നു. raised a family there. അവിടെ താൻ ഒരു കുടുംബം കെട്ടിപ്പടുക്കുകയാണ്. Dear brethren, പ്രിയ സഹോദരങ്ങളെ, for you and me, നിങ്ങൾക്കും എനിക്കും who have received Jesus Christ as our personal Lord and Savior, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഞാനും നിങ്ങളും, according to Ephesians 1:14, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-14 വാക്യം He അനുസരിച്ച് has put the seal of the ownership of the Holy Spirit upon us പരിശുദ്ധാത്മാവ് എന്ന മുദ്ര നമ്മുടെ മേൽ കിടക്കുകയാണ്. as a promise, ഇതെന്താണ്? ഒരു വാഗ്ദത്തമാണ്. guaranteeing our redemption. നമ്മുടെ നിത്യത അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിനായുള്ളൊരു മുദ്രയാണ്, അടയാളമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-30 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. That God will take us. ദൈവം നമ്മളെ വീണ്ടെടുക്കും എന്നുള്ളതിന്റെ ഒരു ഉറപ്പാണത്. And therefore Ephesians 4:30 says, അതുകൊണ്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-30 വാക്യത്തിൽ ഇങ്ങനെ do not grieve the Holy Spirit of God, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, whereby you have been sealed unto the day of redemption. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത്. Because Jesus said, അതുകൊണ്ട് കർത്താവ് പറയുന്നു, in my Father's house there are many mansions.
എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ഒത്തിരി ഭവനങ്ങളുണ്ട്. If it was not so, I would have told you. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ. I'm going there to prepare a place for you. ഞാൻ അവിടെ പോകുന്നത് നിങ്ങൾക്കായി സ്ഥലമൊരുക്കും. When it's ready, I'll come and take you, അത് ആ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ so that you may be where I am. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുമാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ So we have the seal of the ownership of the Holy Spirit upon us. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ മുദ്ര നമ്മുടെ മേൽ If കിടക്കുകയാണ്. God can hear a wicked man's prayer, ദൈവം നീചനായ ദുഷ്ടനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെങ്കിൽ how much more He will hear our prayer. എത്രയധികം ദൈവം എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കും. Matthew 7:7. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം Ask and you shall receive. നിങ്ങൾ ചോദിപ്പീൻ അത് നിങ്ങൾക്ക് ലഭിക്കും. Seek and you shall find. നിങ്ങൾ അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. Knock and the door shall be opened unto you. മുട്ടുവീൻ, വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. Jeremiah 33:3. യിരെമ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ Call unto me in the day of trouble. നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ നിങ്ങൾ എന്റെ പേർ ചൊല്ലി വിളിക്കുക. I will deliver thee and show thee great and mighty things that you know not. എന്റെ നാമം വിളിക്കുന്ന നിങ്ങൾക്കായി നിങ്ങൾ അറിയാത്ത വലിയ വൻ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ് ഞാൻ. Psalm 50:15. സങ്കീർത്തനം 50-ാം അധ്യായം 15-ാം Call വാക്യം unto me, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, I will deliver you, ഞാൻ നിങ്ങളെ വിടുവിക്കും, and you will glorify my name. നിങ്ങൾ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. Conclusion. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, God accepts the right offering. ദൈവം എപ്പോഴും സ്വീകരിക്കുന്നത് ശരിയായ യാഗമാണ്. So offer the right offering to God. ദൈവസന്നിധിയിൽ എപ്പോഴും ശരിയായ യാഗം നമ്മൾ അർപ്പിക്കുക. 2. God always takes the initiative. രണ്ടാമത്തെ കാര്യം, ദൈവം എപ്പോഴും ദൈവമാണ് എല്ലാം ആരംഭിക്കുന്നവൻ. When God speaks to you, ദൈവം ഒരു കാര്യം സംസാരിക്കുമ്പോൾ don't despise. അതിനെ നമ്മൾ ത്യജിക്കരുത്. Cain despised God's advice. കയീൻ ദൈവത്തിന്റെ ആലോചന ത്യജിച്ചു. Therefore God cursed Cain. അതുകൊണ്ട് കയീൻ ശപിക്കപ്പെട്ടു. 5. Cain's prayer to God. അഞ്ചാമത്തെ കാര്യം, കയീൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Cain prayed to God. കയീൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 6th, God heard Cain's prayer. ആറാമത്തെ കാര്യം, കയീന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. For our application today, എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് പ്രിയപ്പെട്ടവരെ? will you be able to say, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? I will always give an acceptable offering? ഞാൻ എൻ്റെ ദൈവത്തിന് എപ്പോഴും സ്വീകാര്യമായ യാഗം മാത്രമേ കഴിക്കുകയുള്ളൂ. Will you be able to say, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? I will not despise God's word? ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ ത്യജിക്കുകയില്ല. Young people, എന്നെ കേൾക്കുന്ന യുവാക്കൾ, young married couples, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, വിവാഹം കഴിഞ്ഞവരെ ഞാൻ will you be able to say, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? I will not despise God's word? ദൈവാലോചനയും ദൈവകൽപ്പനകളും ഞാൻ ത്യജിക്കുകയില്ല. Will you be able to say, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? I will pray? ഞാൻ പ്രാർത്ഥിക്കും. For God hears prayers. കാരണം എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. Praise the Lord. Praise the Lord. Shall we pray 1 or 2 points? നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പ്രാർത്ഥിക്കാം ഈ സമയത്ത്. Our sister will pray, so I want her to pray for that we may, as Christians, always offer acceptable sacrifice. ഇപ്പോൾ നമ്മുടെ സഹോദരി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്ന ഇതാണ്, നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക്, വിശ്വാസികൾ എന്ന നിലയ്ക്ക് ദൈവത്തിന് സ്വീകാര്യമായ യാഗം കഴിക്കുന്നവരായി നമ്മൾ മാറുവാൻ വേണ്ടി. That's one prayer point. അതൊന്നാമത്തെ കാര്യം. Second prayer point is രണ്ടാമതായി, that God's people will not despise God's word. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ കൽപ്പനകൾ ത്യജിക്കുന്നവരെ ആവാതിരിക്കണം ദൈവവിശ്വാസികൾ. And the third point is മൂന്നാമത്തെ കാര്യം, that God would make us men and women of prayer. ദൈവം നമ്മെ പ്രാർത്ഥനാ മനുഷ്യരാക്കി മാറ്റണമെന്നുള്ള കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. Amen. കർത്താവേ, സ്തോത്രം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേട്ടതുപോലെ ഹാബേലിനെ പോലെ കർത്താവെ, അങ്ങേക്ക് പ്രസാദകരമുള്ളൊരു യാഗം കഴിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ, ഈ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവത്തിന് കർത്താവെ നല്ല പ്രസാദകരമായുള്ള യാഗം കഴിക്കുവാൻ, ഞങ്ങളുടെ ജീവിതം തന്നെ സൗരഭ്യവാസനയുള്ളൊരു യാഗമായി തീർക്കുവാൻ കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങൾ ആരും ദൈവവചനത്തെ ത്യജിക്കുന്നവരായി മാറാതെ ആ ദൈവവചനത്തെ കേട്ട് അതിനെ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ, ആ ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ എല്ലാവരെയും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമേ, വരും ദിവസങ്ങളിലെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗം സമർപ്പിക്കുവാൻ ഓരോ
ഓരോരുത്തരെയും സഹായിക്കണമേ. അത് മുഖാന്തരം ആ ദൈവിക പ്രസാദം, ദൈവഹിതം, ദൈവിക ഇഷ്ടം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളെ ഓരോ ദിവസവും വചനത്തിലൂടെ ഓർപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഞങ്ങളുടെ കുറവുകളെ കണ്ട് മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഹാബേലിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ദൈവമേ വീണ്ടും കർത്താവെ ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിന് പ്രസാദകരമുള്ളൊരു യാഗം കഴിക്കുവാൻ ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Father, we just thank you, Lord, that you have spoken to us this day. And Lord, thank you, Father, that the Spirit of the Lord minister to each and every one of us, oh God. Father, I pray in these last days, and especially in this pandemic testing time, oh God, that people may, oh God, get closer to you, oh Father, because you are our God. You are our Father. You are our protector. You are our sustainer. You are our life giver. And you are the Lord God who has breathed into our nostrils, and therefore we breathe until you want us to breathe, oh Father. Lord, I pray, give us the grace to be men and women of prayer. Give us the grace, oh God, not to despise God's word, oh Master. Lord, give us the grace, oh God, to be able to offer an acceptable offering, oh Father. And Lord, that we may be people who are good offerers. We may be people who obey God's word. We may be people, oh God, my Master, who are men and women of prayer. May this be our portion. May this be, oh God, my Master, our inheritance, oh God. Give us the grace, oh Father. Thank you for speaking to us in a wonderful way. Thank you for hearing and answering our prayer. For we ask all this in Jesus Christ, our Lord's most exalted name. May God's people be blessed, and may you prosper and do well, both spiritually and so also in other aspects of your life. Amen. കർത്താവിൻ്റെ ജനം സകല മേഖലകളിലും അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാറ്റിലും ശുഭമായും സൗഖ്യത്തോടെയും അനുഗ്രഹത്തോടെയും ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.